ഹായ് ഗായ്സ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട. ഭയങ്കര പ്രശ്നം നടക്കുകയാണ്. ഒറ്റ സംശയം ചോദിക്കുന്നതാണ്. നിങ്ങൾക്കൊരു രാഷ്ട്രീയം ഇഷ്ടപ്പെട്ടാൽ ആ രാഷ്ട്രീയത്തിൽ നടക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുമോ? ഇപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. പക്ഷേ എനിക്ക് മുകേഷിൻ്റെ ഇത് കേട്ടപ്പോൾ നല്ല ചൂരിലെടുത്ത് രണ്ട് പൊട്ടിക്കാനാണ് തോന്നിയത്. എന്താ നിങ്ങൾക്കൊന്നും അങ്ങനെ തോന്നാത്തത്? ഏത് നേരവും കോൺഗ്രസ് ഒന്നും കരഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ടല്ലോ. കോൺഗ്രസിന്റെ മുഖഛായ തന്നെ മാറ്റുന്നത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട നരാധമന്മാരാണ്. അത് മനസ്സിലാക്കാത്തത് എന്താ? രാഹുൽ മാങ്കൂട്ടൻ തെറ്റുകാരനല്ല, അയാളെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് ഇതിനകത്ത് കൊണ്ടിറക്കുന്നെന്ന് പറയുന്നത് മന്ദബുദ്ധികളെ ഇത് പറയുള്ളൂ. നിങ്ങൾക്ക് സ്വല്പം പോലും ചിന്തിക്കാൻ ബോധമില്ല. എത്ര പേരാ ഇപ്പൊ വന്നത്? ആ ട്രാൻസ് വിഭാഗത്തിലുള്ള ആവന്തിക ഉൾപ്പെടെ 9 പേരായി. പിന്നെ 9 പേരും കള്ളം പറയൂല്ലയോ? ശരി, ആയിക്കോട്ടെ, ഇത് പേഴ്സണലൈസ് ഇഷ്യൂ അല്ലേ. വേടന്റെ കാര്യം പറഞ്ഞാൽ നമുക്കെന്താ? പിന്നെ ഇവന് ന്യായീകരിച്ചാലെന്ന് ചോദ്യം വരാം. വേടൻ മാത്രമല്ല, പോക്സോ വകുപ്പിൽ കേസ് ചാർത്തപ്പെട്ട ജഗതി പോലും ഇതുപോലത്തെ വൃത്തികേട് കാണിച്ചു. പക്ഷെ നമുക്കൊരു പരിധിയിൽ കൂടുതൽ അവരൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. അവൻ ചെയ്ത ചെയ്ത്തിന്റെ കൂടാണ് അവിടെ കയറി ഇരിക്കേണ്ടി വരുന്ന, ഒരു ചെയറിൽ കയറി ഇരിക്കേണ്ടി വന്നതുണ്ട്. അപ്പൊ പെൺകുട്ടിയോട് ചെയ്ത ഏറ്റവും വൃത്തികെട്ട കാര്യത്തിന് കോടതി വെറുതെ വിട്ടെങ്കിലും ജഗതിക്ക് കൊടുത്ത പണിഷ്മെന്റ് ഉണ്ടോ? അമ്മാതിരി ദൈവത്തിനോട് പറയാന്നല്ല വേറെന്ത് ചെയ്യാൻ പറ്റും? ഇവറ്റകളിങ്ങനെ തുടങ്ങിയ അതേപോലെ ഒരു സെക്ഷൻ തന്നെയാണ് വേടൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേടൻ ശിക്ഷ അനുഭവിക്കണം. അത് ആ രീതിയിലാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള അവനെ ടാർഗറ്റ് ചെയ്ത് ഒതുക്കുന്ന സംഗതിക്ക് നമ്മൾ അനുകൂലിക്കത്തില്ല. ടാർഗറ്റ് എന്താണെന്ന് വ്യക്തമല്ലേ? ഉഭയകക്ഷി സമ്മതപ്രകാരം ചെയ്ത ഒരു ബന്ധത്തിനെയല്ലേ ഈ പറഞ്ഞ സുനായും കൊണ്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പം രാഹുൽ മാങ്കൂട്ടം ഉഭയകക്ഷി സമ്മതപ്രകാരം ചെയ്തോ ഇല്ലയോ എന്നുള്ള ചോദ്യം വരും. ഓഫ്കോഴ്സ് ഒരാളല്ല, രണ്ടാളല്ല, 9 പേര് വന്നു. ഇനി പറയാത്ത എത്ര പേരുണ്ടാകും? എന്താണ് ഈ ഉഭയകക്ഷി സമ്മതം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലൊന്നും ചിന്തിച്ചു നോക്കിക്കാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിൽ ഒരാൾ ഞാൻ തന്നെ വയ്ക്കുക, ഞാൻ പോവുകയാണ്, എനിക്കൊരു ആവശ്യമുണ്ട്, ഈ പറയുന്ന KMCC പ്രസിഡന്റിനെ ഒന്ന് കണ്ട്, അല്ലെങ്കിൽ രാഹുലിനെ കണ്ടിട്ട് എനിക്കൊരു കാര്യമുണ്ട്, ഇന്ന ഒരു വിഷയം സാധിക്കാനുണ്ട്, എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. അയാൾ പറയുന്നു, ഒന്നീ നീ കിടക്കണം, അല്ലെങ്കിൽ ഞാനിത് നടത്തി തരത്തില്ല. ഇപ്പം കിടന്നാലും എനിക്ക് എൻ്റെ മാനം പോയി, കിടന്നില്ല വെച്ചാൽ ഞാൻ പോയ കാര്യം സാധിക്കത്തില്ല. അത് വേറെ ആരെങ്കിലും കൊണ്ട് സാധിപ്പിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം അവൻ്റെ ഹോൾഡ് അത്രയാണ്. വേറെ ആരെ കൊണ്ട് സാധിപ്പിക്കാതിരിക്കും, അവ അവിടെ തടവെട്ടി വെക്കും. കിണിഞ്ഞോ? ഒരു പ്രതിനിധി, അതും ജനപ്രതിനിധി, ഒരു കാരണവശാലും ഇത്തരക്കാരനാകാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. സ്ത്രീകളെ ആക്രമിക്കുക, സ്ത്രീകളെ ഇതുപോലെ വലയിലൊരു ഇവര് കാമപ്രാന്തനാ? ഇവ എന്തോ വിചാരിച്ചിരിക്കുന്ന? ഇവന്റെ അന്തപുരം തുറന്നു വെച്ചേക്കുന്ന 1-2 കാണാണോ? 9 പേര്. ശിവനെ, 1-2 പേരാണെങ്കിൽ ഓക്കെ എന്ന് നോക്കിയാൽ നമ്മൾ പിന്നെയും പറയാം, ഓ ശരി, 1 വിട്ട് 2 വിട്ട് 3 വിട്ട്. ഇത് 9 പേര് ഒരേ സ്വരത്തിൽ പറയുകയാണ് ഇവൻ ചെയ്തിട്ടുണ്ട്. ചാറ്റ് ഹിസ്റ്ററി ഉൾപ്പെടെ പബ്ലിഷ് ചെയ്യുന്നു. ആ പെണ്ണിനോട് സംസാരിക്കുമ്പോൾ ആ പെണ്ണിൻ്റെ അടുത്ത് പറയുന്ന കേട്ടോ, നിന്നെ ഞാൻ കൊല്ലുമെന്ന്, കൊന്നാൽ എന്ത് ചെയ്യുന്നു? അതായത് ജാടമാടയാ, നിന്നെ ഞാൻ തട്ടും എന്ന് പറയുന്നു. ആ പെണ്ണ് തിരിച്ചറിവെന്ന് ആ പെണ്ണ് തിരിച്ചു പറയുന്നുണ്ട്. പിന്നെ എന്നിട്ട് നീ അങ്ങ് നടക്കും. ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ആ പെൺകുട്ടിയുടെ ചാറ്റ് ഹിസ്റ്ററി പുറത്തു വന്നിട്ടുണ്ട്. അത് എടുത്ത് വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന രാഹുൽ ഈശ്വർ പറയുന്നത് കേട്ടാൽ താലേക്ക് ഒരെണ്ണം പൊട്ടിച്ചു കൊടുക്കാൻ തോന്നും. ആലോചിച്ച് നോക്കിയാണ്. ഒരു പെണ്ണിൻ്റെ അടുത്ത് പറയുകയാണ് ഗർഭചിത്രം നടത്താൻ. ഇപ്പൊ ഗർഭചിത്രം നടത്തുക എന്ന് പറയുന്ന പെണ്ണിന്റെ അവകാശമാണ്. ഇപ്പൊ പണ്ടത്തെ കണക്കൊന്നുമല്ല. സുഷമ സ്വരാജ് വന്ന ശേഷം അവർ കൊണ്ടുവന്ന ഒരു വലിയ നിയമമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കംഫർട്ട് സോണിലേക്ക് പോയൊരു സംഗതിയാണ്. ഈ കുട്ടികളുടെ എന്ത് ഡീറ്റെയിൽ എടുക്കണമെങ്കിലും അപ്പന്റെ ഒപ്പം കൂടെ വേണമായിരുന്നു. അതങ്ങ് എടുത്ത് കളഞ്ഞ അമ്മയാണ് അധികാരി എന്ന് അങ്ങ് പൂർണ്ണ അധികാരം അമ്മയ്ക്ക് കിട്ടിയ ഒരു ടൈം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഗർഭചിത്രമാണെങ്കിൽ ആരുടെയും പെർമിഷൻ എന്നാ പെണ്ണിന് വേണോ കൊണ്ടുപോയി ചെയ്യാം എന്നുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന് ഇവന്റെ പെർമിഷൻ ഒന്നും വേണ്ട. ഇവൻ വളർത്താനും പെർമിഷൻ കൊടുക്കേണ്ട, കൊല്ലാനും പെർമിഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇവന് ഇത് പുറത്തറിഞ്ഞാൽ പ്രശ്നമുള്ളതെന്നല്ല ആ പെണ്ണിട്ട് വരട്ടണത്. അത് കൃത്യമല്ലേ? ഈ റിപ്പോർട്ടർ പോലുള്ള ഒരു ചാനലുകൾ ചുമ്മാ തന്നെ എടുക്കുമോ? ഒരു ചാനൽ എടുക്കുന്നതല്ല, ഫുൾ ചാനലുകാർ എടുക്കുന്നവരൊന്നും ഇത് സംഗതി കാണാതെ എടുക്കുമോ? ചിലർ നമ്മൾ ബയാസ്ഡ് ആയിരിക്കും, ചിലർ ഒരാൾക്ക് വേണ്ടിയിട്ട് മലൻ TV ആണെങ്കിൽ പിന്നെ ശങ്കികൾ പോയി പറഞ്ഞു കൊടുത്താൽ അതേ അവരങ്ങ് എടുത്തോളും. അതേ കണക്കല്ലല്ലോ മറ്റേ എല്ലാ ചാനലുകാരും ഇത് എടുക്കുമ്പോൾ സംതിങ് വെരി ക്ലിയർ, ആർക്കൊക്കെ എവിടെയൊക്കെ നല്ല എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പത്മജ വേണുഗോപാലിന് നല്ല കലിപ്പുണ്ട് ഇങ്ങേരെടുത്ത്. എന്ന് വെച്ചാൽ മുമ്പ് കണ്ട പിന്നെ BJP-യിലോട്ട് ചേർന്ന സമയത്ത് ഈ കരുണാകരൻ തന്നെയാണ് നിന്റെ അച്ഛനെന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് തള്ള ഇപ്പം ഇരുന്നുകൊണ്ട് അങ്ങോട്ട് കാച്ചി കൊടുക്കുന്നത്. നിന്റെ അച്ഛനല്ലടാ എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പഴയ പക തീർക്കുന്നതാണ്. അച്ഛൻ്റെ മോള് തന്നെ പക തീർക്കാൻ അതുപോലെ മിടുകി വേറെ ആരുമില്ല. പക്ഷേ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഭീകരവും ഭയാനകവുമാണ്. VD സതീശനെ പോലുള്ള ഒരു നേതാവ് പോലും, അതായത് നിങ്ങൾക്കറിയാമല്ലോ, പ്രതിപക്ഷ നേതാവാണ്, ഭരണം മാറി വന്ന നമ്മുടെ മുഖ്യനാണ്. അങ്ങനെയുള്ള ആൾക്ക് പോലും ഇവനെ പേടിയാത്രേ. അവൻ ജയിച്ചതാളിത്. ഹൈക്കമാൻഡ് നേരിട്ട് റെക്കമെൻഡ് ചെയ്ത ആളാ. അപ്പൊ അവന്റെ ഹോൾഡ് അങ്ങ് ഡൽഹിയിലോട്ടാ. അപ്പൊ അത് നിസ്സാര കഥയല്ല. അവൻ നിസ്സാരക്കാരനല്ല. MLA സ്ഥാനം കൂടെ അവനെ കൊണ്ട് രാജിവെപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ഉടനെ വരും.
നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ കാര്യം നോക്കിയാൽ മതി, നിങ്ങളുടെ പാർട്ടിയിൽ മുകേഷ് അണ്ണൻ ഉണ്ടല്ലോ എന്ന്. അത് ശരി, അയലത്തെ അക്കച്ചിയെ വേറൊരുത്തം ബലാസംഗം ചെയ്തുകൊണ്ട് ഞാനും കയറി ബലാസംഗം ചെയ്യുമെന്ന് പറയുന്ന ഒരു ടൈമാണത്. മുകേഷിനെ ആരും റിജക്റ്റ് ചെയ്യണ്ട, മുകേഷിനെ ആരും കളയണ്ട, മന്ത്രിസ്ഥാനം കൊടുക്കണ്ട, അവനെ വേണമെങ്കിൽ മുഖ്യമന്ത്രിയാക്കട്ടെ പറ്റുള്ളൂ. അപ്പം അവരുടെ ധാർമ്മികത അതിനകത്ത് വെളിവല്ലേ. അതേസമയം കോൺഗ്രസിന്റെ തീരുമാനം ഇപ്പോൾ സ്പഷ്ടമായിരിക്കണം. കൃത്യമായി സ്ത്രീപക്ഷമായ ഒരു തീരുമാനം അവരെടുക്കുകയാണ് വേണ്ടത്. അവനെ MLA സ്ഥാനം കൂടെ രാജിവെക്കാൻ നിർബന്ധിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിലേ കോൺഗ്രസിന് മുഖച്ഛായ മാറുള്ളൂ. അല്ലെങ്കിൽ കോൺഗ്രസ് ഈ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നമാരെ കൂടെ ആയിരുന്നല്ലേ വരുള്ളൂ. ഒരു സരിത വിചാരിച്ചപ്പോൾ മൊത്തത്തിൽ താഴെ വീണത് എന്തുകൊണ്ടാണ്? അതിൽ ഒരെണ്ണം പോലും ഇല്ല മിച്ചം എടുക്കുക, എല്ലാം ഇത് തന്നെ കോഴികളാ. അതുകൊണ്ടല്ലേ ഈ കോഴിത്തരം വീട്ടിൽ കാണിച്ചാൽ പോരെ? എല്ലാത്തിനും പെണ്ണും പടക്കോഴിയും ഇല്ലയോ? അവിടെ കാണിച്ചാൽ പോരെ? എന്തിനാണ്? അപ്പൊ അവനൊക്കെ ജനപ്രതിനിധി ആയിരിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടു എന്നല്ലേ അർത്ഥം. സരിത വലിയൊരു തെളിവല്ലേ. നിങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് ഒരു ആപ്ലിക്കേഷന് കൊണ്ടുവരുന്ന പെണ്ണിനെ നേരിടേണ്ട ബുദ്ധിമുട്ട് സരിത വ്യക്തമാക്കി തന്നപ്പോഴല്ലേ നിങ്ങളെ ജനം എടുത്ത് താഴെ ഇട്ടത്. അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടുണ്ടോ? മുകേഷ് ചെയ്തതിന് മുകേഷിനെ പിടിച്ച് പുറത്താക്കണമെന്ന് വാദിച്ചവളാണ് ഞാൻ. എനിക്കതിനകത്ത് തർക്കമില്ല. വേടന്റെ മാച്ച് ചെയ്യരുത്. നമ്മുടെ ജഗതി അണ്ണൻ ചെയ്തില്ലേ, അതുപോലെയുള്ളൂ വേടനും. അവർ രണ്ടുപേരും ആർട്ടിസ്റ്റുകളാണ്. അവനവൻ ചെയ്യുന്നത് അവനവൻ അനുഭവിക്കട്ടെ എന്നുള്ളതാണ്. ഒരു പെൺകുച്ചിനോട് ചെയ്തതിൻ്റെ ചെയ്ത്താണ് ജഗതി അണ്ണ ഇരുന്ന് അനുഭവിക്കുന്നത്. കോടതി വെറുതെ വിടും, പക്ഷേ ദൈവത്തിൻ്റെ കോടതി വിടത്തില്ല. അതാണ് അനുഭവങ്ങൾ. കർമ്മ എന്ന് പറയുന്ന ഭയങ്കര സാധനം. ഇത് അതുപോലെയല്ല. ഇത് കൃത്യമായിട്ട് കാര്യവിവരത്തോടുകൂടി കാര്യപ്രസക്തിയോടുകൂടി എടുക്കണം. പിന്നെ ഇയാളുടെ ഒരു രാഷ്ട്രീയ നിലപാട് അത് ഞാൻ ഒന്ന് എഴുതി വെച്ചു. TM പ്രതാപൻ MP അദ്ദേഹം മത്സരിക്കാനായിട്ട് നിന്ന് പോസ്റ്റർ ഒട്ടിച്ചു, സർവത്ര എല്ലാം. ആ ലാസ്റ്റ് മിനിറ്റ് ലാസ്റ്റ് സെക്കൻഡ് സുരേഷ് ഗോപി ജയിക്കാൻ കാരണക്കാരനായത് ഈ രാഹുൽ മാങ്കൂട്ടമാണ്. TM പ്രതാപനെ പിടിച്ച് മാറ്റിയിട്ട് അത്രയും ഹോൾഡുള്ള അത്രയും എഫിഷ്യൻ്റായ ഒരാളാണ്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിന്ന പുള്ളി MP ആണ്. തീവ്ര പ്രസംഗം പറയണം, തീവ്ര നേതാവാണ്. മത്സ്യത്തൊഴിലാളികൾക്കിടയിലൊക്കെ അത്രയധികം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രകടമാക്കിയ അത്രയും സ്ട്രോങ് ആയ ഒരു നേതാവിനെ ലാസ്റ്റ് മൊമെൻറ്റിൽ മാറ്റിയിട്ട് ആ വേങ്ങൻ മുരളിയെ കൊണ്ട് അവിടെ നിർത്തി കൊടുത്തു. അയാൾ നിസ്സാരമായിട്ട് ജയിച്ചുകൊണ്ട് പോയി. ഇനിയിപ്പോൾ വോട്ട് കട്ടയാണെന്ന് പറഞ്ഞാൽ അവരെ വീട്ടിലുള്ള വോട്ടല്ലേ കട്ടത് വെച്ചുള്ളൂ. 7,000 വോട്ടാണ്. എന്നാലും അത്രയും ആ രീതിയിൽ അയാളെ ഇടിച്ചു താഴ്ത്തി കൊടുത്തത് ഇയാളാണ്. ഈ TM പ്രതാപനെ മാറ്റിയതിൻ്റെ പേരിലാണ് സുരേഷ് ഗോപിക്ക് അവിടെ ഒരു സ്പേസ് കിട്ടിയത്. മുരളി അവിടെ കൊണ്ട് നിർത്തേണ്ട കാര്യം എന്തായിരുന്നു? അപ്പോൾ ഇയാൾക്ക് നല്ല ലിങ്കുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, മിക്കവാറും സംഘികളും കൂടെ ഇരുന്നുണ്ടെങ്കിൽ വക്കാലത്ത് പറയുക. അതേപോലെ ഫേസ്ബുക്കിൽ അയ്യോ കോൺഗ്രസ്സുകാരുടെ പടനാളികളെ അറിയാത്തോണ്ട് ചോദിക്കുന്നുണ്ട്, ഈ ഇപ്പുറത്ത് നിന്ന് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളതുണ്ടോ? കമ്മ്യൂണിസ്റ്റിൻ്റെ അനുഭാവികളായിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റും? എന്തിനധികം ഈ MP ആയ TN പ്രതാപൻ്റെ മകളുമായിട്ട് എന്തോ ഡിങ്കോൾഫിയ ഉണ്ടായിരുന്നു. ആ പെണ്ണിനെ എന്തോ ചെയ്തിട്ടുണ്ടവൻ. അതിൻ്റെ പേരിൽ ഇവർ കേസ് കൊടുക്കാതിരിക്കുന്നത് MP ഹിംസെൽഫ് കൊണ്ടുപോയി കേസ് കൊടുക്കാതിരിക്കുന്നു. ഇപ്പോൾ അത് കോംപ്രമൈസായി. അത് കോംപ്രമൈസ് ആക്കുന്നതാണ് നല്ലത്. കാരണം കല്യാണം കഴിക്കാമെന്ന് ഇവൻ ഓക്കെ പറഞ്ഞു. അന്ന് പറ്റൂലെന്നുണ്ട്. നായർ വീട്ടിലേക്ക് തീവ്ര സമുദായത്തിലെ കൊച്ചിനെ കൊട്ടിച്ചെന്ന പ്രശ്നമാണെന്ന് പറഞ്ഞു. പക്ഷെ നായരെണ്ണ ഏതറ്റം വരെയും പോകും. എന്തുകൊണ്ടെന്നറിയാമോ? എങ്ങനെയും സോൾവ് ആക്കണം. ആക്കിയില്ല വെച്ചാൽ ആ കേസ് തലയ്ക്ക് മേളിൽ കയറും. വലിയ കത്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഇപ്പം കോംപ്രമൈസിന് സമ്മതിച്ചിട്ടുള്ളത്. എനിക്കിപ്പോഴും മനസ്സിലാത്ത 9ഓളം പേര് വന്ന് പരാതി പറഞ്ഞ ഒരു കേസിൽ ഇനിയും നിനക്ക് അവൻ്റെ കെട്ടിയോളാവണമെന്ന് പറയണമെങ്കിൽ ആ പെണ്ണിനെ നമ്മൾ സമ്മതിക്കാതെ പാടില്ല. അത്രയും ശക്തനായ ഒരുത്തനെ ഒരു അച്ഛൻ്റെ മകൾക്ക് അത്രയും ഗതികേടോന്ന് എനിക്കറിയത്തില്ല. ഇത്രയധികമൊക്കെ കേട്ട ശേഷം പല ഗർഭങ്ങൾ, പല ഗർഭചിത്രങ്ങൾ. ഇതെന്താ പ്രശ്നം എന്നറിയാം. ഇപ്പം കൂട്ടത്തോടു കൂടി വരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരും ഇടപെട്ടിട്ടല്ല. ഇത് സത്യം പറഞ്ഞാൽ ഇവൻ കില്ലാടിയാണ്. ഇവൻ്റെ ചരിത്രങ്ങൾ എടുത്തു വെച്ച് നോക്ക് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കളിച്ച കളികൾ അസാധ്യ കളികളാണ്. ഈവൻ ഡോക്ടർ സെരിൻ, അതായത് വൈഫും ഡോക്ടർ, ഹസ്ബൻഡും ഡോക്ടർ, അവൻ IAS ട്രൈ ചെയ്ത ആളാണ്. നല്ല എഡ്യൂക്കേറ്റഡ് ഫെലോയാണ്. കോൺഗ്രസിന് അത്രത്തോളം സ്ട്രോങ് ആയിട്ട് പ്രചരണങ്ങൾക്കും അത്യാവശ്യം അവിടെ നല്ല ഹോൾഡും ആക്കിയ ഒരാളാണ്. പാലക്കാടിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ്. ആ മനുഷ്യനെ മാറ്റി നിർത്തിയിട്ടാണ് രാഹുൽ അവിടെ കയറി നിന്നത്. ആ ഒരൊറ്റ ദേഷ്യം കൊണ്ട് ഡോക്ടർ സരിനെ പോലെയുള്ള നല്ല ഒരാളെ അപ്പുറത്ത് കിട്ടി, നമുക്ക് കിട്ടി. അതായത് CPMകാർക്ക് കിട്ടി. അയാൾ സ്വതന്ത്രനായിട്ട് നിന്ന് അവനെതിരെ മത്സരിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് ജയിച്ചേനായിരുന്നു. പക്ഷേ CPM കയറി പിടിച്ച് ഞങ്ങൾ തരാം സീറ്റെന്ന് പറഞ്ഞാൽ CPMൻ്റെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ തോറ്റുപോയി. പക്ഷേ എന്നിരുന്നാലും അവിടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ, രാഹുൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തത് സരിൻ തന്നെയാണ്. ഡോക്ടർ സരിന് കിട്ടേണ്ട അക്സെപ്റ്റൻസ് തന്നെയാണ് ആ കിട്ടിയിട്ടുണ്ടായിരുന്നത്. വ്യക്തിഗതമായില്ലെങ്കിലും രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു അവിടെ. അതേപോലെ പത്തനംതിട്ടയിൽ നിന്ന് ജയിക്കണമായിരുന്നു. എന്തിനാ അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നേ? ഇവിടെ വന്നാലേ ജയിക്കാൻ പറ്റുള്ളൂ, ഇവിടെയാണ് കോൺഗ്രസിന് അനുഭാവമുള്ള എന്ന് മനസ്സിലായി. ഇപ്പോൾ വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി ജയിക്കുന്നത് പോലെയാണ്. കോൺഗ്രസ് ജയിക്കണമെങ്കിൽ വയനാട്ടിൽ വരണമെന്നുള്ളത് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അയാൾ അവിടെ വന്ന് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടാണ്.
രാഹുൽ ഗാന്ധി എവിടെ നിന്നാലും ജയിക്കും. കാരണം കേരളക്കാരൊക്കെ പിന്നെ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. തൃശ്ശൂർ എന്നാലും രാഹുൽ ഗാന്ധി ജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളെല്ലാവരും കേരളത്തിലുള്ള ഒന്നടങ്കം ജനങ്ങൾ മെജോറിറ്റി ആൾക്കാർ ആഗ്രഹിക്കുന്നത് BJP തോറ്റു പോകണമെന്നാണ്. അതിന് രാഹുലിനെ ജയിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് എവിടെ നിന്നാലും ജയിക്കും. അത് വയനാടൊന്നുമില്ല, ഇന്ന സ്ഥലമൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നത്. അതുമല്ല ആവന്തിക പറയുന്ന ഒരു കാര്യം, ആവന്തിക പറയണത് എന്നെ ബലാത്സംഗം ചെയ്യൂ എന്നൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ എമർജൻസി ആയിട്ട് ഈ പറയുന്ന സാമൂഹിക ക്ഷേമ വകുപ്പ് ഇടപെട്ട് പുള്ളിയെ കൊണ്ടുപോയി പരിശോധിക്കണം. HIV പോസിറ്റീവ് ആണെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. ഇത്രയധികം സെക്ഷൽ കോണ്ടാക്ട്, അതും ഒരു രീതിയിലുള്ള കോണ്ടമോ ഒന്നും ഉപയോഗിക്കാത്ത, ഒരു സംവിധാനങ്ങളും ഉപയോഗിക്കാതെ ചെയ്ത സെക്ഷൽ കോണ്ടാക്റ്റുകളാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണല്ലോ ഗർഭിണിയൊക്കെ ആവുന്നത്. ഈ കുറേ ഉപയോഗിച്ചിരുന്ന ഗർഭിണിയാവത്തില്ലല്ലോ. അപ്പോൾ ഇയാൾക്ക് എന്തായാലും HIV ഉണ്ടെന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. അത് മാത്രമല്ല, എന്നെ ഏതെങ്കിലും പെണ്ണുങ്ങൾ, ഇവൻ ഉപയോഗിച്ച പെണ്ണുങ്ങൾ ആരെങ്കിലും കാണും, ഈ 9 പേരല്ലാതെ വേറെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും പോയി പരിശോധിച്ചു. ഇത് സമൂഹത്തിനൊരു പ്രോബ്ലമാണ്. ഇത്രയധികം ആളുകളെ ഓടിച്ചിട്ട് ബലാത്സംഗം ചെയ്യുകയും ഉഭയകക്ഷി സമ്മതപ്രകാരം റേപ്പ് ചെയ്യുകയും അല്ലാതെയും ഒക്കെ ചെയ്ത ഇവൻ സത്യത്തിൽ നല്ലൊരു HIV ആണ്. ഇതേപോലെ ലൈംഗികപരമായിട്ടുള്ള അനാവശ്യ ലൈംഗിക ബന്ധങ്ങൾ ത്രൂ ഉണ്ടാകുന്ന സെക്ഷൽ കോണ്ടാക്റ്റിൽ മൂലമുണ്ടാകുന്ന ലൈംഗിക രോഗങ്ങൾക്കും ചെക്കിങ് വേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കൊറോണ വന്നപ്പോൾ എങ്ങനെയല്ലായിരുന്നു എല്ലാവരെയും ഓടിച്ചിട്ട് പിടിച്ചിട്ട് പരിശോധിക്കുന്നത്, നിനക്ക് കൊറോണ ഉണ്ട്, നിനക്ക് കൊറോണ ഉണ്ടോ, നീ ആരോടെയൊക്കെ കോണ്ടാക്ട് വെച്ചെന്ന്. ഇവൻ ആരോടൊക്കെ സെക്ഷൽ കോണ്ടാക്ട് വെച്ചിട്ടുണ്ടോ എല്ലാവരെയും ഈ പരിശോധനയ്ക്ക് വിധേയനാക്കണം. അല്ലാച്ചാൽ ഈ നാട് മുഴുക്ക HIV പടരാൻ എല്ലാ സാധ്യതയും ഉണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ആ പെണ്ണിൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ ആ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞ് നിന്നെ കൊന്നു കളയുമെന്ന്. അത് വളരെ രഹസ്യമായിട്ട് ഒളിച്ചു കിടത്തുന്ന ഒരു കള്ളത്തരം കണ്ടോ. പക്ഷെ ആ പെണ്ണ് സ്ട്രോങ് ആണ്, തിരിച്ച് നല്ല കൊടുത്ത്. പിന്നീട് നീ അങ്ങ് കൊന്നുകളഞ്ഞിട്ട് നീ പിന്നെ ഇവിടെ നടക്കും എന്ന് അത്രയും സ്ട്രോങ് ആയിട്ട് അവൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ, അത്രയും സ്ട്രോങ് ആയി സംസാരിക്കുന്ന ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇവ എന്തോന്ന് വാഴ പറയുമെന്നാണ്. എന്തായാലും കൊള്ളാം. ഇത്രയും തെളിവ് കാണിച്ചിട്ടും ഇവന് വേണ്ടി വക്കാലത്ത് പറയുന്ന മനുഷ്യരെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയധികം തെളിവ് വന്നില്ലേ, 1-2 പേരെങ്കിൽ ശരി, അപ്പുറത്തുള്ളവരുടെ ഒരു ഇതാണെന്ന്. ആ ഒരു നടി ആ പെണ്ണിനെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ കൊലവിളിക്കുകയാണ്. അയ്യോ, എന്തോരം ഗുണ്ടായിസമാണെന്നറിയാം കൊച്ചിനെ പറയുന്നത്. എന്തോരം മോശപ്പെട്ട രീതിയിലാണ് എന്നെ സ്ട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? നിങ്ങളുടെ സ്വന്തം ആൾക്കാർ തന്നെയല്ലേ. അവളും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നവളല്ലേ. VD സതീശൻ്റെ സ്വന്തം മകളല്ലേ, അല്ല ഡ്യൂപ്ലിക്കേറ്റ് മകളല്ലേ. അപ്പോൾ അവർക്ക് അതിനോട് അനുഭവം ഉണ്ടായിട്ടല്ലേ, ഇയാളുടെ ഉറ്റ സുഹൃത്തല്ലേ. അപ്പോൾ ഇത്രയും രീതിയിലുള്ള മോശപ്പെട്ട രീതിയിൽ ഭാവിയിൽ ഈ രാഹുൽ മാങ്കൂട്ടം കൊണ്ട് കോൺഗ്രസിനൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊത്ത് നിൽക്കുകയല്ലേ ആളുകൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഇവനെ സപ്പോർട്ട് ചെയ്യുകയാണോ വേണ്ടത്? എന്തോ എന്തായാലും കൊള്ളാം. ഈ മകളുമായിട്ട് മോശം ബന്ധമുള്ള ഈ പറഞ്ഞ ആളിൻ്റെ TN പ്രതാപിൻ്റെ മകളുമായിട്ട് പ്രശ്നമുണ്ടെന്ന് പറയുന്നില്ലേ. ഇപ്പോഴും ഞാൻ പറയുന്നത് ആ പെൺകുട്ടിയും ബാധിക്കപ്പെട്ടവരാണ്, അതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ബാധിക്കപ്പെട്ടവരാണ്. എല്ലാവരും ഈ മൗനം വെടിഞ്ഞിട്ട് കാര്യങ്ങൾ പുറത്തേക്ക് വന്ന് പറഞ്ഞ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇനിയിപ്പം ഇത് പലപ്പോഴുമായിട്ട് പറയുന്ന ഒരു കാര്യം, CPM-കാരുടെ കുടില തന്ത്രം, അല്ലെങ്കിൽ BJP-കാരുടെ BJP-കാർ അവരെ കൂടെയാണ്, അതുകൊണ്ട് കുടില തന്ത്രമൊന്നും പറയത്തില്ല. CPM-കാരാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. CPM-കാരിൽ ഒരാൾ ഇത് ചെയ്തിട്ടുണ്ട്, അവരെ മാറ്റിയിട്ടില്ല, MLA പദവിയിൽ നിന്ന് മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇവനെ മാറ്റണ്ട എന്ന് പറയുന്നത് പോലെയല്ല ഇത്. ഈ പറയുന്ന ആൾ ഒരു ആർട്ടിസ്റ്റ് കൂടെയാണ്, ആര്, മുകേഷ്. അയാളെ മാറ്റേണ്ട അനിവാര്യ ഘട്ടമുണ്ട്, അത് തീർച്ചയായിട്ടുമുണ്ട്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് പ്രശ്നമാക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്യാവശ്യം ബോധമുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു കോൺഗ്രസ്സുകാർ, ഒരു അഡ്വൈസർ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് അഡ്വൈസ് ചെയ്യുക, രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്ത് കളയുക. അയാൾ തക്കാളി കൂടയിലെ ഒരു കെട്ട തക്കാളിയാണ്. ആ തക്കാളി എടുത്ത് കളഞ്ഞില്ലെങ്കിൽ മൊത്തം തക്കാളിയും കെട്ടുപോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയ അവബോധമുള്ള, മുൻധാരണയോടുകൂടി, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ട കാര്യം ഇത്തരത്തിൽ വൃത്തികേട് കാണിച്ച രാഹുലിനെ നീക്കി നിർത്തുകയാണ് വേണ്ടത്. ഇവന് വേണ്ടി വായ്ത്താളം അടിക്കുകയും ഇവന് വേണ്ടി സപ്പോർട്ട് പറയുകയും ചെയ്യുന്നത് ഡബിൾ ഫാദർ സിൻഡ്രം ഉള്ളവരാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത് കോൺഗ്രസിനെ രക്ഷിക്കത്തില്ല, ഇതിൽ കോൺഗ്രസ് രക്ഷപ്പെടത്തില്ല. കോൺഗ്രസ് കുറച്ചുകൂടെ നാറും. അതേസമയം ധാർമ്മികമായ ഒരു ഇടപെടൽ ഇതിനകത്തുണ്ടെങ്കിൽ സ്ത്രീകളുടെ വോട്ട് മുഴുക്ക കോൺഗ്രസിന് കിട്ടും. കാരണം സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് എന്നവർക്ക് ബോധ്യപ്പെടാൻ ഈ നാറിയെ എടുത്ത് ദൂരെ കളയുകയാണ് വേണ്ടത്. ഇതിനകത്ത് പാർട്ടി ബേസ് അല്ല പറയുന്നത്, കൃത്യമായ കാര്യമാണ് പറയണേ. ഒരു പാർട്ടിയിലിരിക്കുന്ന ഒരു വ്യക്തി, ജനപ്രതിനിധിയായിരിക്കുന്ന വ്യക്തി ഇത്തരത്തിലെ മ്ലേച്ഛതരങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അവനെ നീക്കി നിർത്തുക എന്നുള്ളത് അനിവാര്യമാണ്.
അത് ഉഭയകക്ഷി സമ്മതപ്രകാരമോ അല്ലാതെയോ എന്ത് കുന്തമായിരുന്നാലും ഇത്തരത്തിൽ വൃത്തികെട്ട ടേമിൽ ജീവിതം നയിക്കുന്നവരെ ജനപ്രതിനിധിയായിട്ട് മാനിക്കാൻ പോലും പറ്റത്തില്ല എന്നുള്ളത് ബോധമുള്ളവർക്ക് മനസ്സിലാവും. അല്ലാത്തവർ ഇതുപോലെ കിടന്നിട്ട് CPM പിടിച്ചേ, എന്നെ അവിടെ പിടിച്ചേ, എന്നെ ഇതൊക്കെ വേസ്റ്റ് പരിപാടിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിനെ ഏറ്റവും കൂടുതൽ വക്കാലത്ത് പറയുകയും സപ്പോർട്ട് പറയുകയും ചെയ്യുന്ന സംഘിണികൾ കൂടെ ആവുമ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അടുത്ത പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് വരരുത്, കോൺഗ്രസിൽ ഇതുപോലൊരു പ്രശ്നം അവിടെ എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ രണ്ടുപേരെയും തമ്മിൽ തല്ലിച്ചുകൊണ്ട് ഇടയ്ക്ക് നിന്ന് മുട്ടനാടിൻ്റെ ചോര കുടിക്കാൻ നിൽക്കുന്ന ചെന്നായയാണ് BJPക്കാർ. ആ ബോധം കോൺഗ്രസ്സുകാർക്കുണ്ടാണോ കമ്മ്യൂണിസ്റ്റുകാർ ഏകദേശം സൈലൻ്റ് ആയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ അവരവരുടെ സ്ഥാനം പൊസിഷൻ മനസ്സിലാക്കി ഇവനെ എടുത്ത് കുപ്പത്തൊട്ടി ഇടുകയാണ് വേണ്ടത്. കുപ്പത്തൊട്ടി ഇടുന്നതിന് മുമ്പ് അവനെ ടെസ്റ്റിന് വിധേയനാക്കണം. എലീസ ടെസ്റ്റ് അനിവാര്യമാണ്, അവനതുണ്ട്. അതുപോലുള്ള സാംക്രമിക രോഗങ്ങളൊക്കെ അവനിക്ക് വന്നിട്ടുണ്ടാവും. കാരണം ഒരു പ്രൊക്കോഷനും ഇല്ലാതെ, ഒരു രീതിയിലുള്ള കവറപ്പും ഇല്ലാതെ എല്ലാ പെണ്ണുങ്ങളെയും മറിച്ചും തിരിച്ചും ബലാത്സംഗം ചെയ്ത് നടന്നൊരു വൃത്തികെട്ടവനാണ്. പറഞ്ഞത് ഇത്ര പേര്, പറയാൻ ഇനി എത്രയോ പേര്, 9 പേര് മുൻപോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ എത്ര പേര് ഇത് സഹിച്ചിരുന്നു എന്ന് ആലോചിച്ച് നോക്കി. ഇവൻ്റെ പേടിച്ചിട്ട് പലരും പറയുന്ന ഒരു കാര്യമാണ്, അപ്പോഴെന്താ പറയാതിരുന്നതെന്ന്. അപ്പോഴും പറയാൻ പറ്റും. ഇത് തരോമയും തുരോമയൊന്നും അല്ല. ഇതിനകത്തെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് അധികാരമുണ്ട്. ഇപ്പം വേടൻ്റെ കേസായിരുന്നാലും പിന്നെ ജഗതിയുടെ കേസായിരുന്നാലും അവർക്ക് പുറത്തു പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ബാധിക്കത്തില്ല എന്ന ധൈര്യം അവർക്ക് ഉണ്ടാകണം. ഇതങ്ങനെയല്ല. ഭരണ പങ്കാളിത്തത്തിലിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇവനെ പറയുമ്പോൾ നല്ല പേടിക്കണം. കാരണം പോലീസുകാരെ കൊണ്ട് അവനിക്ക് മാനിപ്പുലേറ്റ്, ഇവിടെ ഗുണ്ടികൾക്ക് വരെ പോലീസുകാരുടെ അടുത്ത് വലിയ സ്വാധീനമാണ്. അപ്പോൾ പിന്നെ അത് പറയാൻ പറ്റുമോ? അപ്പോൾ തീർച്ചയായിട്ടും അതങ്ങനെ പറ്റുള്ളൂ. അതിന് അവരെ കുറ്റപ്പെടുത്തണ്ട. പെൺകുട്ടികൾ കറക്റ്റാണ് പറഞ്ഞത്. ആക്ഷൻ എടുക്കാതെ കുത്ത കളിക്കുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷം സ്ട്രോങ് ആയിട്ട് ഇത് ഡിമാൻഡ് ചെയ്യേണ്ട ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്നിട്ടും ഇവനെ പൊലിപ്പിക്കാൻ, ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ആരാണിവൻ? ഒരു പെങ്കോന്തൻ കോഴി, അല്ലാതെ എന്തുവാ? പെണ്ണ് കെട്ടിച്ചു കൊടുക്കണ്ടേ? സമയത്തിനും കാലത്തിനും പെണ്ണ് കെട്ടിച്ചു കൊടുക്കാത്തതിൻ്റെ കുഴപ്പമാണിത്. എന്തോ പറയാനായത്?